ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2 നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന്റെ ഒറിജിനൽ വേർഷൻ ആയിട്ടുള്ള തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗം കൂടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഭാഗം നമുക്ക് എന്തായാലും മലയാളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ ആര്യനും ആകാശം കൂടി ഇന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ തെറ്റും ചെയ്ത് തന്റെ അനിയത്തി അനുവാണ്. തന്റെ ദേവിയെടുത്ത് കാല് തെന്നി ബാത്റൂമിൽ വീണതൊന്നുമല്ല, അലോക് വയറ്റിനിട്ട് ചവിട്ടിയപ്പോഴാണ് കുഞ്ഞ് ഇല്ലാതായി പോയെന്നുള്ള സത്യം മനസ്സിലാക്കിയ ആര്യനാണെന്നുണ്ടെങ്കിൽ അനുവിനെ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് ആകാശം വരുമ്പോ ആകാശോട് ആര്യം നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേൾക്കണ ആകാശം പറയണ്ടേടാ, ആര്യ ഇവളെല്ലാം ആദ്യം കൊല്ലേണ്ടത്. നമ്മുടെ വീട്ടിൽ കയറി തെണ്ടിത്തരം കാണിച്ച അലോക് ഉണ്ടല്ലോ, അവൻ അവിടെ പോയിട്ട് അവന്റെ കഴുത്ത് വെട്ടണം എന്ന് പറയണം. ഇത് കേട്ട ബാധി കേൾക്കാത്ത ബാധി ആര്യൻ വലിയൊരു വാക്കത്തി എടുത്തുകൊണ്ട് വരുവാണ്. അത് കണ്ടിട്ട് നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, എടാ നിങ്ങൾക്ക് ഇത് എന്താ ചെയ്യാൻ വേണ്ടി പോണത്? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരെ കൂടി നിങ്ങളെ അതിനെ അറിയിക്കേ. ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ ഇളയ മോൾ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, മൂത്ത മരുമകളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കുറിച്ച് അറിയിക്കാനായിട്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ പരിപാടി ചെയ്യണത്? ഇവിടെ ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിക്കണ്ടേ നമുക്ക്? അതുകൊണ്ട് എടാ ഇപ്പൊ ഇതെന്തായാലും അങ്ങോട്ട് പോട്ടെ, നമുക്ക് എന്താ വെച്ചാൽ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ സമാധാനിപ്പിക്കണം രണ്ടുപേരും. അപ്പൊ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളെയാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പോകുന്നത് ആര്യനും ആകാശും കൂടെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവിടെ ആനന്ദ് വെള്ളം അടിച്ചു വരുന്നത് കേട്ടോ. ആനന്ദിന്റെ കാല് നിലത്തുറയ്ക്കുന്നില്ല. ഒരു ഓട്ടോക്കാരനാണ് ബാറിന്ന് ആനന്ദിനെ ഗോമതി സ്റ്റോഴ്സ് ആനന്ദിനെ കാണുമ്പോ തന്നെ മനസ്സിലായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ആര്യനും അതുപോലെ ആകാശം ഞെട്ടിപ്പോണ തന്റെ ചേട്ടൻ ഈ ഒരു കോലത്തെ കാണുമ്പോഴേക്കും ഏട്ടന് എന്തു പറ്റിയെന്ന് പറയുമ്പോ ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ബാറിലെ കാല് പോലും നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമായിരുന്നു, എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോ മനസ്സിലായി നമ്മുടെ ബാലന്റെ മോനാണെന്ന്, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമായിരുന്നു എന്നൊക്കെ പറയാണ്. ശേഷം രണ്ടുപേരും കൂടി പിടിച്ച് നമ്മുടെ ആനന്ദിനെ റൂമിലേക്ക് ആക്കുമ്പോ ആനന്ദ് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ റൂമാടാ? ഇത് ദേവിയെടുത്തിടെ ആനന്ദേട്ടന്റെ റൂമാണ് എന്ന് ആര്യം പറയുമ്പോ, ദേവിയെടുത്തിയോ? അവളുടെ റൂമിലൊന്നും എനിക്ക് കിടക്കണ്ട, എന്നെ വല്ല ഹോളിലും കൊണ്ടേ കിടത്ത്. അപ്പൊ ആകാശ് പറഞ്ഞിട്ട്, ആനന്ദേട്ടൻ എന്താ ആനന്ദേട്ടൻ ഇങ്ങനെ? ദേവിയെടുത്തിട്ട് എന്തിനാ എത്ര ദേഷ്യം? എത്ര ദേഷ്യം എന്താന്നോ? എന്റെ കുഞ്ഞിനില്ലാതാക്കിയ അവളത്തെ ഞാൻ പിന്നെ എന്താണ് ചെയ്തത്? പോയിട്ട് പൂച്ചിക്കണോ ആ ദേവീനെ എന്ന് ചോദിക്കുകയാണ്. അവള് ദേവിയല്ല, മൂദേവി, എന്റെ കുടുംബം കുളം തോണ്ടിയ മൂദേവി, എന്റെ ജീവിതം കുളം തോണ്ടിയ മൂദേവി എന്നൊക്കെ പറയുമ്പോ ആര്യം പണ്ട് ആനന്ദേട്ടൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് അതൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പറഞ്ഞാലും ആനന്ദേട്ടന്റെ തലയിൽ കയറത്തില്ല. വേണ്ട, നിങ്ങൾ ആരും ഒന്നും പറയണ്ട, നിങ്ങളെല്ലാവരും അവളുടെ കൂടെയാ, കുഞ്ഞിനെ കൊന്ന അവളുടെ കൂടെ, ദേവിയുടെ കൂടെ. എടാ നിങ്ങളൊക്കെ നീതിയും ന്യായത്തിന്റെ കൂടെ നിൽക്കടാ. അവൾ ആ കുഞ്ഞില്ലാതാക്കി, അപ്പൊ നിങ്ങൾ നിൽക്കേണ്ടത് ആരുടെ കൂടെയാ? എന്റെ കൂടെ, അല്ലാതെ ദേവിയുടെ കൂടെ അല്ല എന്നൊക്കെ പറയാണ്. അപ്പൊ ആര്യനും ആകാശം കൂടി ചേർന്നിട്ട് ആനന്ദിനെ ദിവാങ്കോട്ടിൽ തൽക്കാലത്തേക്ക് കിടത്തുന്നുണ്ട്. ദേവിയെടുത്തിന് കിടത്തി കഴിഞ്ഞാൽ ഇനി അതിലും വലിയ വഴക്കും പ്രശ്നം ആകും വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആര്യൻ ആകാശം കൂടി പറയുന്നുണ്ട് ആനന്ദിനോട്, ആനന്ദേട്ടാ തെറ്റ് ചെയ്തത് ദേവിയെടുത്തിയല്ല, ദേവിയെടുത്തിന് വെറുതെ ഇങ്ങനെ സംശയിക്കില്ല, തെറ്റ് ചെയ്തത് അലോകാണ്. ആരില്ലാത്ത സമയത്ത് നമ്മുടെ പെങ്ങളുണ്ടല്ലോ അലോക്, കാമുകൻ അലോകിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അത് മറ്റുള്ളവർ പിടിച്ചപ്പോ അവൻ രക്ഷപ്പെടാൻ വേണ്ടി ദേവിയെടുത്തിന് വയറ്റി ചവിട്ടിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നൊക്കെ പറയണം. ആനന്ദ് പറയണ്ട്, ആര് വയറ്റി ചവിട്ടിയാലും അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടിട്ടാ, അവളെന്തിനാ അടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി നിന്നത്, അതുകൊണ്ടല്ല അത് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ആനന്ദ് വീണ്ടും ദേവീനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം രാവിലെ തന്നെ ആര്യനും ആകാശനും വീണ്ടും ദേഷ്യം വരുവാണ്. അലോകിന് എന്തെങ്കിലും ചെയ്യാതെ ഇവർക്കൊരു സമാധാനം ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ഒറ്റ കൈയായിട്ട് നിന്നിട്ട് അലോകിനെ തീർക്കാൻ വേണ്ടി തന്നെ കൃഷ്ണമംഗലത്തേക്ക് പോകാൻ വേണ്ടി പോകാട്ടോ. ആ സമയത്ത് നമ്മുടെ അച്യുതനും ആനന്ദനും കൂടി ചേർന്നിട്ട് അലോകിനോട് ഇവിടുന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് അവരെ മാറ്റി നിർത്താൻ വേണ്ടി കറക്റ്റ് ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പാക്ക് ചെയ്യുന്ന സമയത്താണ് ആകാശം ആര്യനും അവിടെ എത്തണത്. അലോകിന്റെ അടുത്ത് കഴുത്തിനെ പിടിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബം കൊലച്ചോറാക്കി കളഞ്ഞില്ലേടാ നീ ഒരൊറ്റ ആളാണ് എല്ലാത്തിനും കാരണം. അപ്പൊ അലോക് പറഞ്ഞു, അയ്യോ സത്യമായിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ദേവിയെടുത്ത് നടുക്ക് വന്ന് നിന്നപ്പോ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞാൻ അനുവിനെ കാണാൻ അത് അനു പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് അനുവിനെ അത്ര ഇഷ്ടമാണ്, അവളെ കാണാൻ അവളെന്നോട് പിണങ്ങിയപ്പോഴേക്ക് സഹിക്കാൻ പറ്റില്ല, അവളോട് ഒരു സോറി പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്, അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും, നീ ഒന്നും മിണ്ടടാ, നീ കാണാൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി തലമുറയാണ് നീ ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞിട്ട് അലോകിനെ ശരിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനു അവിടേക്ക് വരുന്നുണ്ട്. അനു ആ ഒരു ഉറച്ച തീരുമാനം എടുക്കാണ്, ഇനി അലോകിനെ ആരും ഒന്നും ചെയ്യരുത്, അലോക് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറച്ച തീരുമാനം എടുത്തിട്ട് അനു ആ സമയത്ത് തന്നെ അലോകിനെ കൊണ്ട് അനുവിന്റെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴൊന്നും ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ അനു ഈ കടുങ്കൈ ചെയ്തതെന്ന്. വേറെ ഒന്നിനല്ല, അലോകിനോട് പകരം വീട്ടാനായിട്ട്. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ നാളെയും മറ്റന്നാളെയും കാണാൻ പോകുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.